സോ ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്പിനെ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ ഇറ്റ്സ് വെരി ഹാർഡ്. സോ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സ് ആണ്. ആ ഒരു ചോയ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ദർ ആർ ഫ്യൂ തിങ്സ് യു ക്യാൻ ചെക്ക്. നിങ്ങൾക്ക് വളരെ ബെറ്റർ ആയിട്ട് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആൻഡ് ദ തേർഡ് തിങ് ഈസ് സെറ്റ് ബൗണ്ടറീസ്. നമ്മൾ എത്രമാത്രം നല്ല ബൗണ്ടറീസ് സെറ്റ് ചെയ്യോ അതിനനുസരിച്ച് നമ്മുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരുമായിട്ട് ബെറ്റർ ആകും. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് 3 മാസത്തേക്കോ 1 വർഷത്തേക്കോ ഉള്ള ഒരു പ്രോഗ്രാം അല്ല. ഇറ്റ്സ് ബേസിക്കലി ദ ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെവലിലും ഫിസിയോളജിക്കൽ ലെവലിലും മെന്റൽ ലെവലിലും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ലെവലിലും ഒക്കെയുള്ള നമ്മുടെ മാറ്റമാണ്. ഈ ഒരു മാറ്റം നമ്മുടെ ഹെൽത്തി ഏജിങ്ങിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി റെഡി ആവുന്നതാണ്. ഇന്ന് പ്രധാനമായിട്ട് ഞാൻ സംസാരിക്കുക ഒരുപക്ഷെ നിങ്ങളിൽ ചില ആൾക്കാരോടായിരിക്കും. ആ ചിലർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മേ ബി ഒരു വർഷം മുമ്പോ 2 വർഷം മുമ്പോ ഒരു പ്രത്യേക ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യാൻ ശ്രമിച്ചവര്, അതല്ലെങ്കിൽ ഓക്കെ രാവിലെ എക്സസൈസ് ചെയ്യണമെന്ന് തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോയിരുന്നവര്, അതല്ലെങ്കിൽ മറ്റു പല മാറ്റങ്ങളും ഒരുപക്ഷെ ഉറക്കം കുറച്ച് നേരത്തെ ആവണം എന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോയിരുന്ന ആൾക്കാര്, അങ്ങനെയുള്ള ആരോടെങ്കിലും ഒക്കെ ആയിരിക്കും ഞാൻ ഇന്ന് സംസാരിക്കുന്നുണ്ടാവുക. ഒരുപക്ഷെ ഇത്തരം തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുത്തതിന് ശേഷവും അത് എത്ര കാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്, എന്നിട്ട് ആ തീരുമാനം എത്ര കാലം കണ്ടിന്യൂ ചെയ്തു, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവും തീർച്ചയായും. ഈവൻ നിങ്ങളോടും ഞാൻ ഇതേ സെഷൻ തീർച്ചയായും ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് ആവശ്യപ്പെടും. കാരണം ഈ ഒരു വരുന്ന മേ ബി 30 മിനിറ്റ്സ് സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിൽ അതൊരു പക്ഷെ ഒരു പ്രത്യേക ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക മാറ്റം നിങ്ങൾ ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കാം തുടങ്ങാൻ കാരണം, അല്ലെ? ആ മാറ്റം എത്രത്തോളം നിങ്ങളിൽ സഫലീകരിച്ചു, എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം സക്സസ് ഈസ് എ ജേർണി എന്ന് പൊതുവെ പറയാറുണ്ട്. സക്സസ് മാത്രമല്ല, ആരോഗ്യം എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നതും ഒക്കെ ഒരു ജേർണിയാണ്. നമ്മൾ അതിലെ യാത്രക്കാരാണ്, ഒപ്പം തന്നെ അത് ആസ്വദിക്കുന്നവരുമാണ്. അപ്പോ നിങ്ങളിൽ അങ്ങനെ ഒരു ശ്രമം നടത്തിയ എല്ലാവർക്കും ഈ ഒരു സെഷൻ തീർച്ചയായും ഉപകാരപ്പെടും. എന്താണ് ബന്ധങ്ങളുടെ ഇമ്പോർട്ടൻസ്? നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ മാറ്റം, ആരോഗ്യകരമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഈ ബന്ധങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. അതിനൊരു പക്ഷേ ആപ്റ്റായിട്ടുള്ള ഒരു വാക്കാണ് ആരോഗ്യകരമായ ബന്ധങ്ങളും ബന്ധങ്ങളിലൂടെ ആരോഗ്യവും എങ്ങനെ നേടാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനത് മലയാളീകരിച്ചത്. എന്തൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? പൊതുവെ നമ്മൾ പറയാറുണ്ട് ഏൺ എന്നാണ് പറയുക. ഏൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നമ്മൾ സമ്പാദിക്കണം. ഏൺ എന്ന് പറയുന്നത് എക്സസൈസ്, ഏണിൽ തന്നെ രണ്ടാമത്തെ R എന്ന് പറയുന്നത് റെസ്റ്റ്, മൂന്നാമത്തെ N എന്ന് പറയുന്നത് ന്യൂട്രീഷൻ, അതുപോലെ തന്നെ ഏൺ എന്നതിൽ A എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ്. ഇങ്ങനെ ഈ 4 ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് പൊതുവെ ആരോഗ്യത്തിനെ പറ്റി പറയുന്നത്. പക്ഷെ ഈ 4 നമ്മുടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുമായിട്ട് വളരെ കൂടുതൽ താതാത്മ്യം പ്രാപിച്ചു വന്ന് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെ? നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ ഇത്ര സമയത്ത് ഞാൻ പകല് മാത്രമേ ഉറങ്ങൂ എന്നോ അല്ലെങ്കിൽ ഞാൻ ഇത്ര സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നോ അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പല കാരണങ്ങളും ഉണ്ടാവാം. ആക്ച്വലി നമ്മുടെ എൻവയോൺമെന്റ് നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് കുടിക്കുന്നു, അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ ശരീരം അനക്കി ജോലി ചെയ്യുക അല്ലെങ്കിൽ എക്സസൈസ് വ്യായാമം ചെയ്യുക ഒക്കെ അതിനെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് റെസ്റ്റ്, ഈവൻ നമ്മുടെ മൈൻഡ് സെറ്റ്, ഇതിനൊക്കെ. അപ്പൊ ഇത് ഒരു ദിവസത്തേക്ക് മാത്രമല്ല. റീസൺ എന്താണ് എങ്ങനെ എഫക്ട് ചെയ്യുമ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ കൺസിസ്റ്റന്റ്ലി ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ എഫക്ട് ചെയ്യും. ആൻഡ് നമ്മൾ കൺസിസ്റ്റന്റ്ലി എന്താണോ ചെയ്യുന്നത് അത് നമ്മുടെ ജനറ്റിക് ലെവലിൽ എഫക്ട് ചെയ്യും. നമ്മുടെ ജീൻ അതിനനുസരിച്ച് മോഡിഫൈ ആയി വരും. അതാണ് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ. ജീൻ ഒരുപക്ഷെ പ്രീ ഡിസ്പോസിഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു വരാനുള്ള സാഹചര്യം, ഒരു അവസ്ഥ വരാനുള്ള സാഹചര്യം ആവാം. എന്നാൽ ഈ ജീനുകളെ സ്വാധീനിക്കുന്നത് എപ്പോഴും നമ്മുടെ എൻവയോൺമെന്റ് ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ ആരോഗ്യത്തിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ളതാണ്. കാരണം എന്താണ്? ഈ റിലേഷൻഷിപ്പാണ് നമ്മുടെ എൻവയോൺമെന്റിനെ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആരോഗ്യകരമായ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് വളരെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട്. സോ ഇതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഒന്ന്, നമ്മുടെ ഇമോഷൻസ്, പ്രത്യേകിച്ചും നമ്മുടെ സ്ട്രെസ്, സ്ലീപ്പ്, അതുപോലെ തന്നെ ഹങ്കർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണുകളെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇമോഷൻ.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എന്റെ കൂടെ വെയിറ്റ് ലോസിൽ വന്നിരിക്കുന്ന ഒരു ക്ലയന്റിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ഉറങ്ങാൻ 12:30 കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി, ഉറക്കം വന്നില്ലേ, എന്താണ് ഇങ്ങനെ? കാരണം അദ്ദേഹം കഴിഞ്ഞ ഒരു മാസത്തിന് മുകളിലായിട്ട് ഒരു 10:30 തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് സാധിക്കുന്ന ഒരാളാണ്. ഈ ഒരു ദിവസത്തെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇന്നലെ മാച്ച് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇന്ത്യയുടെ T20 മാച്ചിൽ വളരെ കൂടുതൽ, ആ സെമി ഫൈനൽ മാച്ചല്ല, സെമി ഫൈനലിന് മുമ്പുണ്ടായിരുന്ന സഞ്ജു സാംസൺ ആദ്യമായിട്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത ആ ഒരു കളി അദ്ദേഹം ഫുൾ ഇരുന്ന് കണ്ട് അതിന്റെ ആ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് അദ്ദേഹത്തിന് ഉറക്കം കിട്ടാൻ താമസമായി. എവറിത്തിങ് എഫക്ട്സ് നമ്മുടെ ഇമോഷൻസ്. അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു. നെക്സ്റ്റ് ഡേ എന്നോട് സംസാരിക്കുമ്പോൾ ആ ഫുൾ എനർജിയോട് കൂടിയിട്ടാണ് സംസാരിച്ചത്. സന്തോഷമായാലും സങ്കടമായാലും നമ്മുടെ ഈ ഹോർമോൺസിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് പലതരത്തിലുള്ള ക്രേവിങ്സോ അല്ലെങ്കിൽ ഉറക്കക്കുറവോ മറ്റു പ്രോബ്ലംസോ ഒക്കെ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. ആൻഡ് നമ്മുടെ ബേസിക്കലി സ്ട്രെസ്ഫുൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇമോഷണൽ ഈറ്റിങ്ങിനുള്ള സാധ്യത കൂടുന്നു. അതുപോലെ തന്നെ എനർജി ലെവൽ പൊതുവേ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം അനങ്ങി ജോലി ചെയ്യുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുകയൊക്കെ നമ്മൾ പൊതുവെ ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല, ബ്രേക്ക് ആവും. അതുപോലെ തന്നെ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് പൊതുവെ എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ട്രിഗർ ചെയ്യും. ഇൻസുലിൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് നമ്മുടെ ശരീരത്തില്. ആ ഒരു ഹോർമോണിന് റെസിസ്റ്റൻസ് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് ശരീരത്തിന് മനസ്സിലാവാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് അതിന് പറയാം. ആ ഒരു അവസ്ഥ മറ്റു പല ജീവിതശൈലി രോഗങ്ങളിലേക്കും എത്തിക്കും. അതിന്റെ ഒന്നിച്ച് തന്നെയാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് വേണമെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും. ആൻഡ് ഫാറ്റ് ലൂസ് പൊതുവെ ട്രാൻസ്ഫോർമേഷൻ നോക്കുന്ന ആൾക്കാരിൽ പൊതുവെ ആ ഒരു കാര്യമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടാവുക. മീൻസ് വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ബോഡി ഫാറ്റ് കുറയണം, വെയിറ്റ് കുറയണം, അല്ലെങ്കിൽ ഡയബറ്റീസ് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ മാറി കിട്ടണം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ ഇതിനൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫാറ്റ്. അപ്പൊ അവിടെ ഫാറ്റ് ലോസ് കുറയാൻ സാധ്യതയുണ്ട്. ആൻഡ് ദ നെർവസ് സിസ്റ്റം ഫീൽസ് സേഫ് വെൻ യുവർ റിലേഷൻഷിപ്പ് ഫീൽസ് സേഫ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം ആണ് നമ്മുടെ ഹോർമോൺസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഹോർമോൺസിനെയൊക്കെ ഒരു നോർമൽ ബാലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നെർവസ് സിസ്റ്റം ബാലൻസിൽ വരണം, അല്ലെങ്കിൽ അവിടെ സേഫ്റ്റി ഫീൽ ചെയ്യണം. ആൻഡ് നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധങ്ങൾ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് സേഫ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നെർവസ് സിസ്റ്റം കാം ഡൗൺ ആവും. സോ മെഡിറ്റേഷൻ, എവറിത്തിങ് വർക്ക്സ്. മെഡിറ്റേഷനും ബ്രീത്തിങ്ങും ഒരുപാട് കാര്യങ്ങളുണ്ട്. നെഗറ്റീവ് ഫീലിങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പോസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ. ദാറ്റ് ഓൾ വർക്ക്സ് when our environment is safe. Improves accountability. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഒരു സമയത്തിന് കറക്റ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്യാം. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അത് മാത്രമല്ല കേട്ടോ. അക്കൗണ്ടബിലിറ്റി നമുക്ക് പല ആൾക്കാരോടും നമ്മുടെ ഇടപാടുകളിലെ അല്ലെങ്കിൽ ഇടപഴകലുകളിലെ നമ്മൾ വളരെ കറക്റ്റ് ആയിട്ട് നമ്മുടെ വേർഡ്സിന്, അതുപോലെ തന്നെ നമ്മുടെ ഡീഡ്സ്, പ്രവൃത്തികൾക്ക് പറയുന്നതേ ചെയ്യാവൂ, ചെയ്യാൻ പറ്റാവുന്നതേ പറയാവൂ. അക്കൗണ്ടബിലിറ്റി ഓഫ് ടൈം, സമയത്തിന് അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റിക്ക് നമ്മളൊരു അക്കൗണ്ടബിൾ ആവണം. അതുപോലെ തന്നെ മണി, ഷുവർ, മണിയും അതിനൊരു ഫാക്ടർ തന്നെയാണ്. സോ നമ്മൾ എന്താണോ പറയുന്നത് ഇതിനൊക്കെ ഒരു കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ, നമ്മൾ ചെയ്യുന്നതിന് ഒരു കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യണം. കാരണം അത് പൊതുവെ ഒരു ഹാബിറ്റ് ഫോർമേഷന്റെ ഭാഗമാണ്. നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളത് ചെയ്യുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും രാവിലെ ചായ കുടിക്കാൻ തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്പൗസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ്, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മുടെ പാർട്ട്ണർ ഹെൽത്ത് കോൺഷ്യസ് ആവുന്നത് കൊണ്ട് നമ്മളും അങ്ങനെ ഒരു ഗോൾ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് പോവാൻ ഒരു വർക്കൗട്ട് റൂട്ടീനോ അല്ലെങ്കിൽ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ സ്ലീപ്പ് ഷെഡ്യൂളോ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇവിടെ അക്കൗണ്ടബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൗസിന് അല്ലെങ്കിൽ കൂടെയുള്ള പാർട്ട്ണർക്ക് എപ്പോഴും പറ്റും. അതുകൊണ്ടാണ് പൊതുവെ ഒരു ഫിറ്റ്നസ് റെജിം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ വേണം എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കറക്റ്റ് യെസ് ഓർ നോ പറയാൻ വേണ്ടിയിട്ടല്ല. ഈവൻ ജസ്റ്റ് തിങ്ക്, നമ്മളൊരു സ്കൂളിൽ കുട്ടിയെ അയക്കുന്ന എന്തിനാ? അവന് സൈലത്തിലോ അല്ലെങ്കിൽ മറ്റു പല വഴികളിലൂടെയും ഓൺലൈൻ ട്രെയിനിങ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ അവിടെ അക്കൗണ്ടബിൾ ആവാനുള്ള സാധ്യത കുറയുന്നുണ്ട്. ഇവിടെ അക്കൗണ്ടബിലിറ്റി കിട്ടുന്നതും നമ്മൾ ആ കൺസിസ്റ്റൻസി കൂടും. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ കൂടി ട്രാൻസ്ഫോർമേഷൻ കിട്ടും, നമുക്ക് റിസൾട്ട് കിട്ടും. നെക്സ്റ്റ്, ഷേപ്സ് ഹാബിറ്റ്സ്. നമ്മുടെ ശീലങ്ങൾ, നേരത്തെ ഞാൻ കൺസിസ്റ്റൻസിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ ശീലങ്ങളെ പറ്റി സൂചിപ്പിച്ചിരുന്നു. ഹാബിറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള വഴി സ്മൂത്ത് ആക്കി കൊണ്ടുവരുന്നത്. അത്തരം ഹാബിറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ക്ലോസ് സർക്കിൾ ഒരു നല്ല ഹാബിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കണം.
ഈ നല്ല ഹാബിറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് ഹാബിറ്റ്സ് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരാകുമ്പോൾ അവിടെ സക്സസ് റേഷ്യോ കൂടുതലാണ്. അതേ സമയത്ത് പലതരത്തിലുള്ള അഡിക്ഷനും, അത് ഈവൻ സ്ക്രീൻ അഡിക്ഷൻ ആവാം, അല്ലെങ്കിൽ പല ആൽക്കഹോളോ മറ്റ് സ്മോക്കിംഗ് അഡിക്ഷനോ ഒക്കെ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഈവൻ പ്രോസസ്ഡ് ഫുഡും കൂൾ ഡ്രിങ്ക്സും പോലും അഡിക്ഷൻ ആവാമല്ലോ, ഷുഗർ. സോ അത്തരം അഡിക്ഷൻ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ, മേ ബി സപ്പോസ് ഷുഗർ ക്രേവിങ്സ് ഉള്ള മറ്റൊരു ഫ്രണ്ട് ആണ് നമ്മുടെ കൂടെ ഉള്ളത്, ആൻഡ് ഐ ആം ലുക്കിംഗ് ഫോർ എ ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അയാളുടെ ഷുഗർ ക്രേവിങ്സ് എന്നെ കൂടെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മുടെ സർക്കിള് പോസിറ്റീവായിട്ട് ചൂസ് ചെയ്യുക, ആൻഡ് അവര് ഹെൽത്ത്, ആരോഗ്യത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഉണ്ടാവുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഈസി ആവും. അതർവൈസ് അത് വളരെ ടഫ് ആയിട്ടുണ്ടാവും. സോ പൊതുവെ നമ്മൾ പറയാറുണ്ട് ഹെൽത്ത് ഈസ് കണ്ടാജിയസ് ആൻഡ് ട്രൂ. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. അസുഖങ്ങൾ മാത്രമല്ല കണ്ടാജിയസ് ആവുന്നത്, ഹെൽത്ത്, ഹാപ്പിനെസ് ഒക്കെ കണ്ടാജിയസ് ആണ്. അത് പോസിറ്റീവ്ലി ആണെങ്കിലും ശരി, നെഗറ്റീവ്ലി ആണെങ്കിലും ശരി. ആൻഡ് വി ചൂസ് ദ പോസിറ്റീവ് സൈഡ്. ഫിസിക്കൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. ആൻഡ് അത് ഓൾമോസ്റ്റ് ഈവൻ ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറയുന്ന സമയത്ത് അതിലൊന്നും മാനസികാരോഗ്യമാണ്. മാനസികാരോഗ്യം നല്ലതല്ലെങ്കിൽ തീർച്ചയായും അത് ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും. ഈ ഇൻഫ്ലമേഷൻസ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുണ്ടാവും, ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള നെർവസ് ഡിസോർഡറിലേക്ക് എത്തിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ലോങ് ടേം സർവൈവലിന് അത് പ്രോബ്ലം ഉണ്ടാക്കുകയും ചെയ്യും. സോ ടേക്ക് ദ റിവേഴ്സ്. നല്ല റിലേഷൻഷിപ്പ്, പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തീർച്ചയായും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ നെർവസ് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. ആൻസൈറ്റി, ഡിപ്രഷൻ അതൊന്നും വേണ്ടാത്ത രീതിയിൽ നമ്മളെ ഫിസിക്കൽ ലെവലിൽ ബാധിക്കുന്ന രീതിയിൽ എത്തില്ല. ആൻഡ് ലോങ് ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തോടു കൂടിയിട്ട് കൂടുതൽ കാലം പോസിറ്റീവ് ചിന്താഗതിയോട് കൂടിയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. സോ ക്വാളിറ്റി റിലേഷൻഷിപ്പ് സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ഹെൽത്തിനും ഹാപ്പിനെസിനും സന്തോഷത്തിനും ആരോഗ്യത്തിനും അത് വളരെ ആവശ്യമാണ്. ഐഡന്റിറ്റി ഷിഫ്റ്റ്. ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ ഒരാള് വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. സാധാരണഗതിയിൽ ഒരു വളരെ വെയിറ്റ് കൂടിയ ഒരാൾ, ഒരു തടിയൻ, അങ്ങനെയൊക്കെ ബോഡി ഷെയ്മ് ചെയ്യുന്ന രീതിയിൽ വിളിക്കാൻ പാടില്ല, സ്റ്റിൽ വളരെ മോശം ഫിഗർ ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുറത്തു നിന്ന് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ആ ഈച്ച് റിഡക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് വാട്ട് ഹാപ്പൻസ് ദെൻ? അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? നോർമലി ഇതുവരെ അദ്ദേഹം എന്താണ് ചെയ്തിരുന്നത് അതിൽ നിന്ന് മാറിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം ഓട്ടോമാറ്റിക്കലി പീപ്പിൾ വിൽ സീ നമ്മളെ എങ്ങനെ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആർ ദ വൺ ഹു പ്രയോറിറ്റൈസ് ഹെൽത്ത്. നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ തന്നെ ആ ഒരു കാര്യം വരുവാണ്, നിങ്ങൾ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ആളാണെന്ന്. ആൻഡ് ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് മറ്റുള്ളവരെ ഹെൽപ്പ് ചോദിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളിൽ നിന്ന് ഒരു സഹായം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ആളായിട്ട് മാറുന്നുണ്ടോ? ബിക്കോസ് യു ആർ ഹൈലി പോസിറ്റീവ്, ഹൈലി എനർജറ്റിക്, ആൻഡ് റിലേഷൻഷിപ്പ് അതുകൊണ്ട് തന്നെ സ്ട്രോങ്ങർ ആവും. മറ്റുള്ളവർ നമ്മളുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ ഏറ്റവും കൂടുതൽ അവിടെ ഗിവ് ആൻഡ് ടേക്ക് ഒരു ഫോർമുലയാണ് പൊതുവെ അപ്ലൈ ചെയ്യാറ്. അവിടെ തന്നെ ഗിവ് എന്ന് പറയുന്നത് മീൻസ് നമ്മൾ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ സമയം, എന്റെ എഫേർട്ട്, എന്റെ എനർജി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്റെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരുമായിട്ടുള്ളത്, ലോകത്തോടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആണ് ചെയ്യുന്നത്. സോ ദ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ട് അവിടെ വളരെ കൂടുന്നുണ്ടാവും, കെയറിങ് ആൻഡ് ഷെയറിങ് കൂടുന്നുണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി ദ ഐഡന്റിറ്റി ഷിഫ്റ്റ് ഹാപ്പൻസ്. സോ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ പുതിയ ഐഡന്റിറ്റി ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ, നമ്മുടെ ജേർണി വളരെ സിമ്പിൾ ആയിരിക്കും, സസ്റ്റൈനബിൾ ആയിരിക്കും. 3 മാസത്തേക്ക് മാത്രമായിട്ടല്ല വെയിറ്റ് ലോസിന് ഒരാൾ വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് റിവേഴ്സലിന് വരുന്നുണ്ടാവുക. അദ്ദേഹത്തിന്റെ 3 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഡയബറ്റീസ് വരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല. അതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ദിസ് ഷിഫ്റ്റ് ഈസ് റിക്വയർഡ്. സോ ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്പിനെ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ ഇറ്റ്സ് വെരി ഹാർഡ്. സോ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സ് ആണ്. ആ ഒരു ചോയ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ദർ ആർ ഫ്യൂ തിങ്സ് യു ക്യാൻ ചെക്ക്. നിങ്ങൾക്ക് വളരെ ബെറ്റർ ആയിട്ട്, വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ഹെൽത്തിയർ ആക്കാം. റിലേഷൻഷിപ്പ് ഹെൽത്തിയർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും ഹെൽത്തി ആവും.
സോ ദ ഫസ്റ്റ് തിങ് ഈസ്, ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്ന സമയത്ത് ഇനീഷ്യലി കമ്മ്യൂണിക്കേറ്റ് യുവർ വൈ. തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് ആ ഒരു ബന്ധം സ്ട്രോങ് ആക്കിക്കൊണ്ട് തന്നെ പറയാം, കമ്മ്യൂണിക്കേറ്റ് യുവർ വൈ. എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു പക്ഷേ ഡയറ്റിലെ ചേഞ്ച് വരുന്നതാവാം, എക്സൈസ് പ്ലാറ്റ്ഫോമിലേക്ക് സൂമിൽ നമ്മൾ ഓൺലൈൻ ഫിറ്റ്നസ് സെഷൻസ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് വരുന്നതാവാം, ഓറൽസ് നേരത്തെ കിടക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പാർട്ട്ണറോട് പറയാ, എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ജോയിൻ ചെയ്യുന്നത്? ഞാൻ ജസ്റ്റ് ഒരു ഡയറ്റിലുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊരു ഡയറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം, ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിന്റെ ത്രൂ ഞാൻ എന്റെ മേ ബി പാൻ സൈസ് 40 ഇഞ്ചിൽ നിന്ന് 36 ഇഞ്ചിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജി ലെവലിന് അത് റിഫ്ലക്ട് ആവുന്നുണ്ടാവും. ഞാനൊരു ഡയറ്റ് നോക്കാം എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്റെ ഇഞ്ച് ലോസിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഡയറ്റ് എന്ന് പറയുന്നത് പൊതുവെ ആൾക്കാർ പറയുമ്പോഴേ തന്നെ ഇഷ്ടമല്ലാത്ത എന്തൊക്കെയോ കഴിക്കണം എന്നുള്ളൊരു പാറ്റേണിലേക്ക് എത്തുന്നത്. അവിടെ അതല്ല, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ള ഒരു പാറ്റേണിലേക്ക് എത്തും. നമ്മുടെ മൈൻഡ് സെറ്റിൽ ഒരുപാട് വ്യത്യാസം വരും. ആൻഡ് നമ്മുടെ ഈ വൈ മറ്റുള്ളവരെ എങ്ങനെ മനസ്സിലാക്കുന്നു അതിനനുസരിച്ചാണ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ സെക്കൻഡ് തിങ്, ഇൻവൈറ്റ്, ഡോണ്ട് ഇമ്പോസ്. ഇൻവൈറ്റ് ചെയ്യാം, മറ്റുള്ളവരെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാവാൻ വേണ്ടിയിട്ട് അവരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം, ക്ഷണിക്കാം, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ബട്ട് അവരുടെ മുകളിലേക്ക് അത് ഇമ്പോസ് ചെയ്യാൻ പാടില്ല. തിങ്ക്, നിങ്ങൾ ഒരു പുതിയ ഡയറ്റ് പാറ്റേണിലേക്ക് പോകുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടമല്ലാത്ത ഭക്ഷണങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെയുള്ള സ്പൗസോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്നവരെയോ നിങ്ങൾ നിർബന്ധിച്ചേക്കാം. രാവിലെ 6 മണിക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ റൂമിൽ ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് അതൊരു പക്ഷേ മറ്റേ ആൾക്ക് ഡിസ്റ്റർബൻസ് ആവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്തിട്ട് അവരും എന്റെ കൂടെ എക്സസൈസ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അവിടെ നിങ്ങൾക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾ അത് ഫോളോ ചെയ്ത് കാണിക്കണം. ഒരു പക്ഷെ നടത്തം പോലെയുള്ള കാര്യങ്ങളിൽ അവരെ നിങ്ങൾ കൂടെ ഒന്ന് വിളിക്കാം. നിങ്ങൾ ഒരാഴ്ച, ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സമയത്ത് അവരും നെക്സ്റ്റ് ഡേ വരാൻ നോക്കും. ഇതൊരു സ്ലോ പ്രോസസ് ആണ്. ബിക്കോസ് യു ഡു ടു ടൈം. നിങ്ങളും ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം എടുത്തിട്ടുണ്ടായിരുന്നു. സോ ദ അതർ പേഴ്സൺ ഓൾസോ വിൽ ടേക്ക്. ആൻഡ് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻഫ്ലുവൻസ് ആണ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ പോസിറ്റിവിറ്റി ആണ് അവിടെ അവരുടെ മുകളിലേക്ക് വർക്ക് ചെയ്യുക, ആൻഡ് നോട്ട് ദ പ്രഷർ. നിങ്ങൾ അത് പ്രഷർ ഉപയോഗിച്ചിട്ട്, ഈവൻ കുട്ടികളെ പോലും നിങ്ങൾ പ്രഷർ ഉപയോഗിച്ചിട്ട് ഇതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് കമ്പൽ ചെയ്തിട്ട് യാതൊരു റിസൾട്ടും കിട്ടില്ല. മേ ബി കുറച്ചു കാലത്തിന് ശേഷം അവർക്ക് അത്തരം ഭക്ഷണത്തിനോട് വെറുപ്പ് പോലും തോന്നാം. ആൻഡ് പലതരത്തിലുള്ള ഫുഡ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഈവൻ അലർജി, ഫുഡ് അലർജി പോലും കുട്ടികളിൽ കാണാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണം അടിച്ചേൽപ്പിക്കുമ്പോഴാണ്. ഉദാഹരണത്തിന് പാല്. ചെറിയ കുട്ടികളിൽ പാല് കുടിച്ചേ പറ്റൂ എന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാല് കുടിക്കുന്ന കുട്ടിക്ക് ഒരു പക്ഷേ ലൂസ് മോഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ ഫിസിയോളജിക്കൽ ലെവലിൽ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ, മെന്റലി മാത്രമല്ല ഫിസിയോളജിക്കൽ ലെവലിൽ പോലും എഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരെ അങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുക, ഇമ്പോസ് ചെയ്യാതിരിക്കുക. ആൻഡ് ദ തേർഡ് തിങ് ഈസ് സെറ്റ് ബൗണ്ടറീസ്. നമ്മൾ എത്രമാത്രം നല്ല ബൗണ്ടറീസ് സെറ്റ് ചെയ്യോ അതിനനുസരിച്ച് നമ്മുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരുമായിട്ട് ബെറ്റർ ആകും. ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്ന് പറയുന്നതല്ല. ഞാൻ ഈ വളരെ സൗമ്യമായിട്ട് തന്നെ മറ്റേ ആളോട് പറയാണ്, ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിൽ ഞാൻ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറച്ച് സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ കഴിക്കുന്നതിനെ, ഞാൻ ഉറങ്ങുന്നതിനെ, അല്ലെങ്കിൽ വ്യായാമത്തിനെ കുറിച്ചും ഒക്കെ എന്റെ കൺസെപ്റ്റ് ഞാനിപ്പോ എന്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ഹിയർ നിങ്ങളും എന്നെ പറ്റുകയാണെങ്കിൽ സഹായിക്കാം, അതർവൈസ് ഇറ്റ്സ് ഓക്കെ. ഞാൻ ഓക്കെയാണ്, നിങ്ങളും. ഞാൻ ഇപ്പൊ നിങ്ങളുടെ കൂടെ 2 പെഗ് അടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും തോന്നരുത്. ഞാൻ പുകവലിക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് തോന്നരുത്. ഇറ്റ്സ് എ ജെന്റിൽ ബൗണ്ടറി. അതുകൊണ്ട് തന്നെ അവിടെ റിലേഷൻഷിപ്പ് ഒരിക്കലും മോശമാവുന്നില്ല. ആൻഡ് ഹിയർ ദ മ്യൂച്വൽ റെസ്പെക്ട് ഈസ് ഓൾവേസ് കെപ്റ്റ്. റെഡ്യൂസ് ഹെൽത്ത് സാബോട്ടേജിങ് സിറ്റുവേഷൻസ്. സിമ്പിൾ ആണ്. ഈ ഹെൽത്ത് സാബോട്ടേജിങ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ കുറച്ച് ടഫായെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനെ മോശമായി ബാധിക്കുന്ന സിറ്റുവേഷൻസ് മാറ്റി നിർത്തുക എന്നാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. ബിക്കോസ് നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ്, ഞാൻ ഇനീഷ്യലി പറഞ്ഞത് ഓർമ്മയുണ്ടോ, നമ്മൾ ഏത് എൻവയോൺമെന്റിലാണ് ജീവിക്കുന്നത് ആ എൻവയോൺമെന്റ് സേഫ് ആയിട്ടുണ്ടാവണം, അല്ലെ? സോ ആരോഗ്യത്തിന് സേഫ് അല്ലാത്ത, ആരോഗ്യത്തിനെ പല ടെററിസ്റ്റുകളും അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്തൊക്കെയാണ് അത്തരം സിറ്റുവേഷൻ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാര്യമായിട്ടുള്ള മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് അദ്ദേഹം പഠിക്കാൻ തുടങ്ങും.
അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉള്ള ഒരു വ്യക്തി പല കാര്യങ്ങളെക്കുറിച്ചും പുതിയ നോളജ് എടുക്കുന്ന സമയത്ത് അതിലൊന്നും ഒരുപക്ഷെ ലേറ്റ് നൈറ്റ് വളരെ വൈകിട്ടുള്ള രാത്രി ഭക്ഷണങ്ങളും പുറത്തു പോകുന്ന യാത്രകളും ഒക്കെ ആയിരിക്കും. പക്ഷെ അത്തരം യാത്രകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഒരു ലിമിറ്റ് കൊണ്ടുവരാം. ഓക്കെ, ഒരു മാസം ഞാൻ ഒരു പ്രാവശ്യമൊക്കെ പുറത്തു പോവുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ലിമിറ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രധാനം. ആൻഡ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് കുറക്കാം. സോ അവിടെ വളരെ സിമ്പിൾ ആയിട്ട് പല ടെക്നിക്കുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിലൊന്നെന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ ഈവൻ ഇഫ് വി ഫീൽ നെഗറ്റീവ്, നമുക്കത് മോശമായിട്ട് തോന്നിയാൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു സെന്റൻസിൽ മാത്രം ഒതുക്കുക എന്നുള്ളതാണ്. ആൻഡ് വാട്ട് എവർ വി ഫീൽ പോസിറ്റീവ്, അതിനെക്കുറിച്ച് 5 സെന്റൻസിൽ അല്ലെങ്കിൽ എസ്സേ തന്നെ വേണമെങ്കിൽ പറയാം. അത്രമാത്രം പോസിറ്റീവ് ആയിട്ട് നമ്മൾ പറയാനുള്ള ഒരു ശീലം കൊണ്ടുവരാം. സോ ഈ സിറ്റുവേഷൻസ് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതല്ല, കാരണം ഇന്നത്തെ ഫാസ്റ്റ് പേസ് ലൈഫ് ഏതാണ്ട് ആ രീതിയിലാണ് പോകുന്നത്. ബട്ട് വി ക്യാൻ ലിമിറ്റ്, നമ്മുടെ കയ്യിൽ അതിനുള്ള കൺട്രോൾ ഉണ്ട്. ആൻഡ് ഈ ഒരു കൺട്രോൾ ഉള്ള സമയത്ത് തീർച്ചയായും നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ സ്പൗസ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്നവർ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാവുമ്പോൾ തീർച്ചയായും നമുക്ക് അവിടെ ചാൻസസ് കൂടും. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഇമോഷണൽ റെഗുലേഷൻ. നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് ഓരോ ഇമോഷൻസിനെയും കറക്റ്റായി ഇമോഷണലി വെൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉറക്കം ശരിയാവും, അല്ലെ? അതിന്റെ കൂടെ തന്നെ നമ്മൾ ഹാപ്പി ആവും, നമ്മുടെ കൂടെയുള്ളവരും ഹാപ്പി ആവും. നമ്മൾ പൊതുവെ പറയാറുണ്ട്, നമ്മൾ രാവിലെ നടന്നു പോകുന്ന സമയത്ത് ആരെ നോക്കി ചിരിച്ചു കഴിഞ്ഞാലും അയാൾ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നൊരു ഗിഫ്റ്റ് ഉണ്ട്, ദറ്റ് ഈസ് സ്മൈൽ. അത്തരം ഒരു സ്മൈൽ തീർച്ചയായും നമ്മുടെ ഇമോഷണൽ റെഗുലേഷനെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദാറ്റ് ടു എൻവയോൺമെന്റ്, നമുക്ക് അവിടെ ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. ആൻഡ് ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ഇൻ അവർ ബ്രെയിൻ. നമ്മുടെ ചിന്താഗതികളിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെ? നമ്മുടെ ഫീലിങ്സ് ആൻഡ് ഈവൻ വെൻ വി ആർ ഡൗൺ, നമുക്ക് വേണ്ട റിസൾട്ടോ വേണ്ട കാര്യങ്ങളോ പോസിറ്റീവ് ആയിട്ട് പോകുന്നില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ നമ്മുടെ കൂടെ താമസിക്കുന്നവരുമായിട്ട് ആ ബന്ധുക്കളുമായിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് നമുക്ക് അവിടെ സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉള്ള ഇറിറ്റേഷൻസ് കുറയുന്നുണ്ടാവും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള സാധ്യത കുറയും, എക്സ്ക്യൂസസ് പറയാനുള്ള സാധ്യത കുറയും. ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ ബിക്കംസ് സിമ്പിൾ. നമുക്ക് നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് കൂടുതൽ വരുന്ന സമയത്താണ് പലതരത്തിലുള്ള മാനസിക രോഗങ്ങളും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ഈറ്റിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഹെൽപ്സ് എ ലോട്ട് നമ്മുടെ ഇമോഷണൽ റെഗുലേഷൻ. ആൻഡ് ഇതിനു വേണ്ടിയിട്ട് ഉറക്കം, അതുപോലെ തന്നെ മറ്റുള്ളവരോട് തുറന്ന സംസാരം, അതുപോലെ തന്നെ വ്യായാമം, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ പ്രാക്ടീസ് ഇമോഷണൽ റെഗുലേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, 6th പോയിന്റ് ഈസ് സെലിബ്രേറ്റ് പ്രോഗ്രസ് ടുഗദർ. തീർച്ചയായും നമ്മളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടാവും, അല്ലെ? ഇങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി അല്ലെങ്കിൽ ഹെൽത്ത്, ആരോഗ്യത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി പോസിറ്റീവ്, തീർച്ചയായും. പക്ഷെ ചെറിയ ചേഞ്ചസ് പോലും, അത് ഞാൻ പൊതുവെ ചെയ്യുന്നത് എന്റെ ക്ലയൻസിന്റെ കൂടെ വീക്ക്ലി അസസ്മെന്റ് എടുത്തിട്ടാണ്. ഈ വീക്ക്ലി അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ പ്രോഗ്രസ് അറിയാൻ പറ്റും. ഈ ചെറിയ പ്രോഗ്രസ് നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാനും അവരുടെ കൂടെ താമസിക്കുന്നവരുമായിട്ട് ഷെയർ ചെയ്യാനും സാധിക്കുന്ന സമയത്ത് ഇറ്റ്സ് ബെറ്റർ. സോ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വിക്ടറി പോലും, അതിൽ പക്ഷേ കൈപ്പക്ക അല്ലെങ്കിൽ പാവക്ക കഴിക്കാത്ത ഒരാള് പാവക്ക കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ആവാം. നേരത്തെ 5 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് 40 മിനിറ്റോ 50 മിനിറ്റോ എടുത്തിരുന്ന ഒരാള് ഇപ്പോഴത് സമയം കുറഞ്ഞിട്ട് മേ ബി ഒരു 35 മിനിറ്റിലോ ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇറ്റ്സ് എ വിക്ടറി. ഇത്തരം ചെറിയ ചെറിയ വിക്ടറി ഒരു പക്ഷെ ഹെൽത്തി മീൽ പ്ലേറ്റ് പോലും അതിന്റെ കൂടെ വരുന്നുണ്ടാവും. കാരണം നമ്മൾ പൊതുവെ പറയുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഗ്രെയിൻ ഡിന്നർ, രാത്രിയിലെ ഭക്ഷണത്തിൽ ഗ്രെയിൻസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഭക്ഷണ രീതി പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റുന്ന, മേ ബി ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം ഒരു ഭക്ഷണ രീതി കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ്. കാരണം ആ ഒരു സ്പൗസ് അല്ലെങ്കിൽ ആ ഒരു കപ്പിള് വളരെ കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഷെയറിങ് ഉണ്ടാവണം. ഇതൊക്കെ ചെറിയ ചെറിയ വിൻസ് ആണ്, ഇത്തരം ചെറിയ ജയങ്ങള്. അതുപോലെ തന്നെ മേ ബി ലാബ് റിപ്പോർട്ടുകളിൽ ഉണ്ടാവുന്ന ഇംപ്രൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ഫിറ്റ്നസ്സിൽ നടക്കുന്ന അച്ചീവ്മെന്റ്സ്, ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും പാർട്ണറുമായിട്ട്. അത്തരം ഷെയറിങ് തീർച്ചയായും ആ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ കൂടുതൽ ഹാപ്പിയർ ആക്കും, സന്തോഷമുള്ളതാക്കും, കൺസിസ്റ്റന്റ് ആവും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ചൂസ് ഗ്രോത്ത് ഓറിയന്റഡ് സർക്കിൾ.
ഗ്രോത്ത് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? വളർച്ച നോക്കുന്ന സർക്കിൾ അല്ലെ? വളർച്ച നോക്കുന്ന, കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ വീടുമായിട്ട് മാത്രം ചുരുങ്ങുന്നില്ല. നമ്മുടെ ബന്ധങ്ങൾ സോഷ്യൽ ലെവലിലേക്ക് പോകാറുണ്ട്. അത്തരം സോഷ്യൽ ലെവലിലേക്ക് പോകുമ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി ബെറ്റർ അല്ലെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച പുരോഗതിയെ നോക്കുന്നില്ലെങ്കിൽ, അവിടെ പലപ്പോഴും ഒരു സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ ഒരു മേ ബി ഡിറ്റീരിയറേഷൻ എന്ന് പറയാം, അത് വരുന്നുണ്ടാവും. ഓട്ടോമാറ്റിക്കലി നോർമലി വാട്ട് ഹാപ്പൻസ്, നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരെ ആവശ്യമില്ല. നമുക്ക് ചുറ്റും കുറച്ചു പേര് മതി. ഈ കുറച്ചു പേര് നമ്മളെയും അവരെ സ്വന്തവും ഇമോഷണലി സേഫ് ആക്കി വെക്കുന്ന രീതിയിലുള്ള ബന്ധങ്ങളാണ് വേണ്ടത്. മീൻസ് അവിടെ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ തീർച്ചയായും നമുക്ക് പുരോഗതി ഉണ്ടാവും എന്ന് മാത്രമല്ല, നമ്മളവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ആക്ടിവിറ്റി, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. സപ്പോസ് ഒരു ബിസിനസ് ഗ്രൂപ്പിൽ നമ്മളുണ്ടെന്ന് വിചാരിക്കാം. ഈ ബിസിനസ് ഗ്രൂപ്പും നമ്മുടെ ആരോഗ്യവുമായിട്ട് ഒരിക്കലും മിക്സപ്പ് ചെയ്യില്ല. അല്ലെങ്കിൽ ആ പോസിറ്റീവായിട്ട് ഗ്രോത്ത് നോക്കുന്ന ബിസിനസ്സുകാര് മറ്റുള്ള ആൾക്കാരുടെ അവരുടെ എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് ഒരിക്കലും ഒപ്പോസ് ചെയ്യാറില്ല. ദാറ്റ് ഈസ് ട്രൂ വിത്ത് എനി ഗ്രോത്ത്. ഏത് ഫീൽഡിലുള്ള ഗ്രോത്തും ഓറിയന്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി അവര് ഒരുപക്ഷെ നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യില്ലായിരിക്കും, പക്ഷെ അവർ നിങ്ങളെ ഓപ്പോസ് ചെയ്യില്ല. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ വീട് എന്നതിൽ ചുരുങ്ങാതെ നമ്മുടെ ഒരു ലാർജർ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആ കമ്മ്യൂണിറ്റി എപ്പോഴും ഗ്രോത്ത് ഓറിയന്റഡ് ആയിരിക്കണം. എപ്പോഴും അവർക്ക് പോസിറ്റീവായിട്ട് അടുത്ത ഒരു 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തിന് ശേഷം അവരെ പറ്റി വലിയ രീതിയിൽ കാണാൻ വേണ്ടിയിട്ട്, അവരുടെ കൂടെയുള്ളവരെ പറ്റി വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരുടെ കൂടെ നമുക്കും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, പോസിറ്റീവായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ സാധ്യത കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇതിനകത്ത് പോസിറ്റീവായിട്ട് കിട്ടുന്നത്? നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ജീവിത രീതി ഇതേപോലെ തന്നെയോ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടോ നമ്മൾ 10 കൊല്ലം കഴിഞ്ഞാലും എൻജോയ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു എൻജോയ്മെന്റ് ഉണ്ടാവുന്ന സമയത്താണ് അവിടെ നമ്മുടെ ഏജിങ് പ്രോസസ് ഹെൽത്തി ആവുക. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് 3 മാസത്തേക്കോ 1 വർഷത്തേക്കോ ഉള്ള ഒരു പ്രോഗ്രാം അല്ല. ഇറ്റ്സ് ബേസിക്കലി ദ ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെവലിലും ഫിസിയോളജിക്കൽ ലെവലിലും മെന്റൽ ലെവലിലും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ലെവലിലും ഒക്കെയുള്ള നമ്മുടെ മാറ്റമാണ്. ഈ ഒരു മാറ്റം നമ്മുടെ ഹെൽത്തി ഏജിങ്ങിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി റെഡി ആവുന്നതാണ്. സോ താങ്ക് യു.